നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപിന് അനുകൂലമായി വിധി വന്നതിന്റെ നെട്ടിലാണ് ഇരയ്ക്കൊപ്പം നിന്നവർ. ഗൂഢാലോചനക്കുറ്റം നടന്റെ പേരിൽ തെളിയിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നതിനാലാണ് കോടതി നടനെ വെറുതെ വിട്ടത്. 9 വർഷത്തിന് ശേഷം ദിലീപിന് ആശ്വസിക്കാൻ അവസരം കിട്ടി. എന്നാൽ എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറയാനാവില്ല. കേസിൽ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ ദിലീപിനെ ചുറ്റിപ്പറ്റിയായിരുന്നു മാധ്യമങ്ങളെല്ലാം. തനിക്ക് അനുകൂലമായിരിക്കും വിധിയെന്ന് ഉത്തമ ബോധ്യമുള്ളതുപോലെയായിരുന്നു ദിലീപിന്റെ പെരുമാറ്റവും. വിധി അറിഞ്ഞ ശേഷം പുറത്തുവന്ന് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് തന്നെ കേസിൽ ദിലീപിനുണ്ടായ കോൺഫിഡൻസ് എത്രത്തോളമായിരുന്നുവെന്ന് തെളിഞ്ഞു കണ്ടുവെന്ന് പറയുകയാണ് ഒരു വിഭാഗം പ്രേക്ഷകരെല്ലാവരും. വളരെ ഉണ്ടായിരുന്ന കൂൾ ആറ്റിറ്റ്യൂഡ് മാറി ദിലീപ് പിന്നീട് വൈരാഗ്യബുദ്ധിയുള്ള പെരുമാറുന്നതാണ് തോന്നിയെന്ന് പലരും പറയുന്നു. താൻ അറിയാത്ത കേസിൽ ഉൾപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം നീതി കിട്ടിയതിന്റെ സന്തോഷമായിരുന്നില്ല. പകരം തന്റെ പ്ലാനും പദ്ധതിയും കൃത്യമായി നടപ്പാക്കിയ വ്യക്തിയുടെ വൈരാഗ്യത്തിലും വാക്കിലും പ്രവൃത്തിയിലും കണ്ടതിൻ്റെയാണെന്ന് പലരും കുറിക്കുന്നു. മുൻ ഭാര്യ മഞ്ജു വാര്യരെ സോഷ്യൽ മീഡിയ കടിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയും സംശയങ്ങൾ ജനിപ്പിക്കുന്നുവെന്ന് കുറച്ചവരുമുണ്ട്. വിധി വന്ന ഉടനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദിലീപ് മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ ധൈര്യം, ആ ഒരു നിമിഷം അയാൾ എത്രമാത്രം മാനിപ്പുലേറ്റും ക്രിമിനൽ മനസ്സുള്ളവനാണെന്ന് കൃത്യമായി കാണിച്ചു. അയാൾ അടിസ്ഥാനപരമായി ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല തൻ്റെ ബുദ്ധിശൂന്യരായ ആരാധകരെ പോലും മഞ്ജുവിനെതിരെ സൈബർ ആക്രമണത്തിന് അണിനിർത്തി. തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ദിലീപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. പകരം ഭാവിയിൽ മഞ്ജുവാർക്ക് ഒരു സമാധാനം ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ അയാൾ ഉടൻ തന്നെ അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ പേര് വലിച്ചിഴയ്ക്കുകയും ചെയ്തു. ദിലീപ് വളരെ അപകടകാരിയാണ്. കാവ്യമാധവനെ ദിലീപ് മാറ്റിയെടുത്തത് തനിക്ക് ഒപ്പം നിർത്തിയിരിക്കുകയാണ്. പണ്ട് മഞ്ജുവിന് ആ ചെറിയ പ്രായത്തിൽ സംഭവിച്ചതും ഇതുതന്നെയാണ്. അതിനാലാണ് ഇരുവരും പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും. ഇപ്പോൾ സമാന രീതിയിൽ അയാളുടെ സാന്നിധ്യത്തിലാണ് കാവ്യ. ദിലീപിന് 600 കോടിയുടെ സാമ്രാജ്യവും വ്യവസായവും വിവിധ ബിസിനസ്സുമായി വൻ ഓഹരികളുമുണ്ട്. മകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് തോന്നുന്നു. ദിലീപിന്റെ നാർസിസത്തിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് എന്നിങ്ങനെയും ചിലർ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ച് കുറിക്കുന്നു. കേസിൽ വിധിയായതോടെ അമ്മ മഞ്ജു വാര്യരുടെ മകൾ മീനാക്ഷി പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നും ചിലർ കുറിച്ചു. സോഷ്യൽ മീഡിയയിൽ അമ്മ മഞ്ജുവിനെ മീനാക്ഷി അൺഫോളോ ചെയ്തുവെന്നാണ് കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് മഞ്ജു മീനാക്ഷിയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയത്. മീനാക്ഷിയും തിരിച്ച് മഞ്ജുവിനെ ഫോളോ ചെയ്തിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയം മാറിയെന്ന് തോന്നിയതിന് പിന്നാലെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്യുകയായിരുന്നു. മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തിട്ട് മാസങ്ങൾ ഏറെയായി. എന്നിരുന്നാലും മകൾ പങ്കുവെക്കുന്ന പോസ്റ്റിനും ഫോട്ടോയ്ക്കെല്ലാം മഞ്ജു സ്നേഹം അറിയിച്ച് എപ്പോഴും എത്താറുണ്ട്. ആലുവയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ദിലീപിനോടൊപ്പം കാവ്യയും ഇളയ മകൾ മഹാലക്ഷ്മിയും എല്ലാം ഉണ്ടായിരുന്നു. അവിടെയും മീനാക്ഷിയെ കണ്ടിരുന്നില്ല.